എല്ലാ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പും മുരളിയേട്ടൻ വന്നിവിടെ പുഷ്പാർച്ചന നടത്താറുണ്ട്, അമ്മയുടെയും ഇപ്പോൾ അച്ഛൻ്റെയും. എന്താണ് ഇപ്പോൾ ഒരു വികാരം? എന്താണ് ശരിക്കും? ഇല്ല, ഇവിടെയൊക്കെ ഒരുപാട് കളിച്ചു വളർന്ന മണ്ണാണ്. ഇന്ന് എൻ്റെ മാതാപിതാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന എവിടെയാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചൊരു യുദ്ധത്തിലേക്ക്, ജനാധിപത്യം സംരക്ഷിക്കാനുള്ളൊരു ശക്തമായിട്ടുള്ള മത്സരത്തിലേക്ക് നീങ്ങുമ്പോൾ ഈ സന്നിധിയിൽ അച്ഛൻ്റെയും അമ്മയും അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ സന്നിധിയിൽ തീർച്ചയായിട്ടും അവരുടെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാകുന്നതാണ് എൻ്റെ പ്രതീക്ഷ. അവരനുഗ്രഹിക്കും. ഈ പോരാട്ടത്തിൽ, പ്രത്യേകിച്ച് വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ എന്നും മതേതരത്വം ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങളുടെ പിതാവ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ആ ദൗത്യം ഏറ്റെടുക്കേണ്ടി വന്നത് എനിക്കാണ്. വർഗീയതയ്ക്കെതിരെ സന്ധിയില്ലാതെ പോരാടി അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ, ആ ആശയമായിട്ടാണ് തൃശ്ശൂരിൽ മത്സരിക്കാൻ വരുന്നത്. ഇവിടെ കെ മുരളീധരൻ എന്ന വ്യക്തിയുടെ വിജയമോ പരാജയമോ അല്ല, ഒരു മതേതരത്തിന് വേണ്ടിയിട്ടുള്ളൊരു യുദ്ധത്തിൻ്റെ വിജയമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ UDFൻ്റെ വിജയം എന്ന് പറയുന്നത്. അതിൽ ഞങ്ങൾക്കെന്നും വഴികാട്ടിയായ ലീഡർ കെ കരുണാകരൻ്റെ, എല്ലാ കാലത്തും അദ്ദേഹത്തിന് താങ്ങായി നിന്ന എൻ്റെ മാതാവിൻ്റെ, രണ്ടുപേരുടെയും ഈ സന്നിധിയിൽ നിന്ന് ഒരു മതേതര ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം ആരംഭിക്കുക. കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായിട്ട് ചെറിയൊരു വേദന കൂടി വ്യക്തിപരമായിട്ടില്ല. ഇപ്പോൾ വേദനയല്ല, കെ കരുണാകരൻ്റെ മക്കളെന്ന് പറയുന്നത് എന്നും അദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ച മൂല്യങ്ങൾ കാത്തുസൂക്ഷിച്ചവരായിരുന്നു ഇന്നലെ വരെ. ഇന്ന് അവിടെ ചെറിയൊരു വിടവുണ്ടായി. പക്ഷേ ഒരു പോരാട്ടത്തിൽ, കൗരവ പാണ്ഡവ യുദ്ധത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ തിന്മയ്ക്കെതിരായിട്ടുള്ള പോരാട്ടമാണ്. ആ തിന്മയുടെ കൂടെ നിൽക്കുന്ന ശക്തികൾ ബന്ധുക്കളായിരിക്കാം, രക്തബന്ധങ്ങളുള്ളവരായിരിക്കാം. അതിനെയൊക്കെ അതിജീവിക്കുക. ഒരു അസ്ത്രം എതിർവശത്തേക്ക് തൊടുക്കുമ്പോൾ അതിന് ലക്ഷ്യമുണ്ടായിരിക്കണം. ഇവിടെ ആ ലക്ഷ്യമെന്ന് പറയുന്നത് മതേതരത്വം സംരക്ഷിക്കാൻ വേണ്ടി വർഗീയതയ്ക്കെതിരായി തൊടുക്കുന്ന ഒരു അസ്ത്രമാണ്. അതുകൊണ്ട് തന്നെ ആ വേദനകളൊക്കെ ഈ യുദ്ധത്തിൽ നമ്മളെ സ്വാധീനിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഇനിയൊരു BJPക്കാരുടെ ഒരു ജൽപ്പനങ്ങൾക്ക് ഇനി ഞാൻ മറുപടി പറയാനില്ല. ഇതൊരു പോരാട്ടമാണ്. ആർക്കും രംഗത്തിറങ്ങാം. BJP ആരെയാണ് രംഗത്തിറക്കേണ്ടത് എന്ന് അവർക്കാണ് തീരുമാനിക്കേണ്ടത്. ബെഹ്റ ഒരു സ്ഥിരം കുറേ കാലമായിട്ട് ബെഹ്റ പാലം പണിയുന്ന ജോലിയാണ്. അത് പിണറായിയും മോഡിയായിട്ടുള്ള ആദ്യത്തെ പാലം പണി, ഇപ്പം BJPയിലേക്കുള്ള പാലം പണി. മൂപ്പരുടെ സ്ഥിരം ജോലി പാലം പണിയലാണ്. അതിൻ്റെ ആലങ്കാരികമായിട്ടുള്ള പോസ്റ്റ് മാത്രമാണ് മെട്രോ ചെയർമാൻ.